അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഞങ്ങൾ റിയൽ ഫ്രണ്ട്ഷിപ്പാണ്, അവർ അങ്ങനെയാണ്, ഇവർ തമ്മിൽ വേറെ യാതൊരു ബന്ധവും ഇല്ല എന്ന് വെളിയിൽ അറിയിക്കാൻ വേണ്ടി. അയ്യോ നല്ല കുട്ടികളാ ഇവര്, നല്ല 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 പിഞ്ചു പാല് ചവച്ചു കുടിക്കാൻ അറിയാത്ത പിള്ളേരാ. അക്ബറിനെ എങ്ങനെ അറിയാം? വേദലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ആ കുഞ്ഞിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞ് നല്ല വളരുമെന്ന് അതൊരു വലിയ അലിഗേഷൻ അല്ലേ? പക്ഷെ അനീഷ് ഇപ്പൊ ഗ്രൂപ്പ് ചത്തിലില്ല, അതുകൊണ്ട് അനീഷ് നല്ല സപ്പോർട്ട് ഉണ്ട്. അതുപോലെ അനീഷിന് കപ്പടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ അനീഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് ലെവലാക്കി ഒന്ന് റെഡിയാക്കി കൊടുത്താൽ അക്ബർ ആ പണിയൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കോളും. അക്ബറിനോട് പറഞ്ഞു, നീ വാഴയെ പോലെ ഇവിടെ ഇരിക്കുവാണ്, നിന്റെ മൂട്ടി തീയിട്ടാലേ നീ എഴുന്നേക്കത്തുള്ളൂ, നീ ആ ബീൻ ബാഗിൽ തന്നെ നീ അങ്ങ് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ പറഞ്ഞത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അനുമോൾക്ക് അവിടെ ഇപ്പോ ഒരു കപ്പ് എന്നുള്ളതെന്ന് പറഞ്ഞ് അനുമോൾ ഫാൻസ് ഒന്നും കൂടുതൽ നിൽക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കപ്പ് കൊടുക്കാനൊന്നും ഇവര് പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇവര് കണ്ടന്റും വെട്ടിക്കുറയ്ക്കും. അതുപോലെ തന്നെ ഇവർ ഒരു സമയമാകുമ്പോൾ ഇവർ പുറത്താക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യും. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിങ്ങളെല്ലാവരും വീക്കെൻഡ് എപ്പിസോഡ് കണ്ടു കാണും. ലാലേട്ടൻ തീയായി, ലാലേട്ടൻ തകർത്തു എന്നൊക്കെ നമുക്കറിയാം. ലാലേട്ടൻ അടിച്ച് തകർത്തു. എന്തായാലും എപ്പിസോഡില് ലക്ഷ്മിക്ക്, വേദലക്ഷ്മിക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടി. കിട്ടേണ്ടത് ഇത്രയൊന്നും അല്ലായിരുന്നു, ഇതിൽ കൂടുതലും വേണമെന്നായിരുന്നു എന്റെ അഭിപ്രായം. എന്തായാലും ഇതെല്ലാം കണ്ട് നമ്മൾ രോമാഞ്ചം കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ ഇടയിൽ കൂടി ലാലേട്ടനും ക്രൂ മെമ്പേഴ്സും അതുപോലെ ബിബിയും കൂടി ചെറിയൊരു കളി കളിച്ചായിരുന്നു. അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അവിടെ ലാലേട്ടൻ ഇത്രയൊക്കെ ഫയറിംഗ് ആയി, ഇത്രയൊക്കെ വേദലക്ഷ്മിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, അങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ കാര്യത്തിനോട് എതിർത്ത് മറുപടി പറയുകയും താൻ കണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരാളാണ് ഈ പറയുന്ന അനുമോള്. അതിന്റെ പേര് ലാലേട്ടൻ എയറിൽ കയറി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ എയറിൽ കയറിയതിൽ ഒരുപാട് വിഷമമുണ്ട്, ലാലേട്ടനും ഉണ്ട്, അതുപോലെ ഈ ബി ടീമിനും ഉണ്ടായിരിക്കാം. പക്ഷെ അവർ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള എപ്പിസോഡുകളിലും അതുപോലെ കട്ടിങ്ങിലാണ്. എന്താ എപ്പിസോഡ് കട്ടിങ്ങിലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന അനുമോളെ ഓരോ താങ്ങ് താങ്ങിയിട്ട് പോകുന്നതും, താങ്ങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്കിയിട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മൊത്തവും കാണാൻ ശ്രമിക്കുക. അവിടെ ഈ വിഷയം സംസാരിക്കുമ്പോൾ അവിടെ ലാലേട്ടൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഈ ക്യാരക്ടറിനെ പറ്റി അല്ലെങ്കിൽ ലെസ്ബിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അവിടെ ആദില സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ലാലേട്ടൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, മറ്റാരോടെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തപ്പോൾ ആദില പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആദില പറഞ്ഞത്, ഞങ്ങളുടെ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഞാനും നൂറയും കൂടി ഒരുമിച്ച് താമസിക്കുന്നതിനെ കുറിച്ചും എന്താണ് അഭിപ്രായം എന്ന് ഞങ്ങൾ അനുമോളോട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാരും കേട്ടതാണ്. അപ്പോൾ അനുമോൾ അവിടെ പറയുന്നതാണ്, എനിക്കിവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല, വെളിയിലാണെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയാമെന്ന് മാന്യമായ രീതിയിലാണല്ലോ അവിടെ അനുമോൾ പ്രതികരിച്ചത്. അതിലെന്താണ് തെറ്റ്? ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അവിടെ ഉറപ്പിച്ച് പറയണമായിരുന്നു. ലാലേട്ടൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ചോദിക്കുക, എന്ന് വെച്ചാൽ ഒരു കുഴി കൂടെ കൊണ്ടങ്ങ് ചാടിക്കാമല്ലോ അനുമോളെ. ചാടിച്ചു കഴിയുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാക്കി എടുത്തിട്ട് അവസാനം അനുമോൾക്ക് ഇതുപോലെ വന്നൊരു ഫയറിംഗ് ഒക്കെ നടത്തി വേണമെങ്കിൽ വെളിയിലേക്കൊന്നും വിടാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഒരാളെ ചുമ്മാ ഒന്നും എടുത്ത് വെളിയിൽ കളയാൻ പറ്റത്തില്ലല്ലോ. ഒരു ഫിസിക്കൽ അസാൾട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരിക്കുള്ള ഒരു കാര്യമില്ല, ഒന്നും ഒരാളെ എടുത്ത് പുറത്തിടാൻ പറ്റത്തില്ല ബിബിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ നെഗറ്റീവ് ആക്കാൻ പറ്റും, അതിനൊരു ശ്രമമാണ് അവിടെ നടത്തിയത്. അവിടെ ഈ ഒരു വിഷയവുമായിട്ട് ഈ പറയുന്ന അനുമോൾക്ക് എന്താണ് ബന്ധം? ഇന്നലെ ലക്ഷ്മി പറഞ്ഞ ആ കേസ് കെട്ടുമായിട്ട് അനുമോൾക്ക് അവിടെ യാതൊരു ബന്ധവുമില്ല. അവിടെ ആ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിൽ അനുമോളെ പിടിച്ചിടുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് ഷാനവാസ് ഉൾപ്പെടെ ഉള്ളവർ അവിടെ പോയിട്ട് അനുമോളുടെ തോളത്തോട്ട് കയറുക. ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ദേഹത്തോട്ട് ആരും പോകുന്നില്ല, ലക്ഷ്മിയോട് പോയി ആരും ചോദിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നുള്ളത്. പക്ഷെ അനുമോള് പറഞ്ഞത് ഞാൻ വെളിയിൽ പറഞ്ഞോളാം എന്നാ പറഞ്ഞത്. എനിക്കിതിനകത്ത് അഭിപ്രായമില്ല, എനിക്ക് എന്റേതായ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ വെളിയിലേ പറയുന്നുള്ളൂ എന്ന് അതിനോട് പറഞ്ഞത്. അതിനെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ പോയിട്ട് കുറച്ചുപേര് ഈ പറഞ്ഞ അനുമോളുടെ ദേഹത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. എന്തുകൂടെ ഇത്? അവിടെ ഒരു വിഷയത്തിൽ ഈ വേദലക്ഷ്മിയുടേതായ ഈ ഒരു വിഷയത്തിൽ ഈ അനുമോളുടെ ചർച്ച വരേണ്ട ഒരാവശ്യമില്ല. അവിടെ അവർ ഇട്ട് കൊടുത്തതാണ് അനുമോളെ നെഗറ്റീവ് ആക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അനുമോൾ കണ്ടന്റ് തരുന്ന കാര്യം. കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനൊന്നും അല്ല. ഈ കണ്ടന്റ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് എന്താ ബിഗ് ബോസ്? ഞാൻ ചോദിക്കുന്നത്, അവിടെ വന്നിരുന്ന് ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്നതാണോ കണ്ടന്റ്? അങ്ങനെയാണെങ്കിൽ രേണു സൂര്യ വന്നതും കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആളുണ്ടല്ലോ സാബുമാൻ, അതും ഒരു കണ്ടന്റ് ആണ്. ചുമ്മാ അത് വഴി നടക്കുവാണല്ലോ. ഇങ്ങനെയുള്ളവരെയാണോ നിങ്ങൾക്ക് അവിടെ വേണ്ടത്? അതാണോ നിങ്ങൾ കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്?
അവിടെ പോയിരിക്കുന്നവരെല്ലാം കണ്ടന്റ് തരാൻ തന്നെയാ പോയേക്കുന്നത്. അല്ലാതെ ബീവിയെ നന്നാക്കാനോ ബീവി അവരെ നന്നാക്കാനോ ഒന്നും അല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെളിയിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട അരിഹാരം കഴിക്കുന്നവർക്കെല്ലാം ഇതറിയാം. ആഴ്ചകൾക്ക് മുമ്പേ ഉള്ള എപ്പിസോഡുകളിൽ അത് പറഞ്ഞ് ലാലേട്ടൻ അതിന് മറുപടിയും പറഞ്ഞ കഴിഞ്ഞ കാര്യമാണ് ഈ കണ്ടന്റിന്റെ കാര്യവും. അത് പിന്നെ എടുത്തിട്ടു. അതെന്താ എടുത്തിടാൻ കാര്യം? അക്ബറിനോട് എതിർത്ത് സംസാരിച്ചു. അക്ബറിനോട് പറഞ്ഞു, നീ വാഴയെ പോലെ ഇവിടെ ഇരിക്കുവാണ്, നിന്റെ മൂട്ടി തീയിട്ടാലേ നീ എഴുന്നേക്കത്തുള്ളൂ, നീ ആ ബീൻ ബാഗിൽ തന്നെ നീ അങ്ങ് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ പറഞ്ഞത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അക്ബറിനെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ തുറന്നു പറയാലോ, അക്ബറിന്റെ ഒരു കൂട്ടുകാരനാണ് ഇതിന് ഷോ ഡയറക്ടർ. ആ ഷോ ഡയറക്ടറിന് അക്ബറിനെ പറയുന്ന അങ്ങ് പിടിക്കുന്നില്ല. അതിന് ലാലേട്ടനെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ 24, ഞാൻ അമേരിക്കയിൽ ഇരുന്ന് ഈ ഷോ കണ്ടു. ഞങ്ങള് 100-500 പേര് തിരഞ്ഞ് ഈ ഷോ കാണുന്നുണ്ട്, ഞങ്ങൾ ക്രൂ മെമ്പേഴ്സ് എല്ലാം ഇത് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ ഈ ഷോ ഒന്നും കാണുന്നില്ല എന്നുള്ളത് ഞമ്മക്കറിയാം. അറ്റവും മൂലയൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അതിനുശേഷം ഈ പറയുന്ന സ്ക്രിപ്റ്റ് എഴുതി തരുന്ന ഡയറക്ടർമാര് പറയുന്ന പോലെ അല്ലേ അവിടെ വന്നിരുന്ന് ഈ ഇങ്ങനെ പറയുന്നത്. ലാലേട്ടന്റെ ഇമേജ് കളഞ്ഞു കുളിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു തീർത്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും കുത്തിക്കുപ്പിക്കൊണ്ട് വന്ന് അവിടെ ഒരാളെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് അനുമോളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യാൻ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച മൊത്തം ലാലേട്ടൻ ഏറെ കിടന്ന് പറക്കുമായിരുന്നു. അതൊന്നും ലാലേട്ടൻ ഈ പറയുന്ന പോലെ ലാലേട്ടൻ ഒരു സ്വഭാവം ഉണ്ടല്ലോ. നമ്മളെ ശ്രീനിവാസന്റെ പണ്ടത്തെ സിനിമ ഉണ്ടല്ലോ, ലാലേട്ടനെ കുറിച്ച് തന്നെ ശ്രീനിവാസൻ കൃത്യമായിട്ടൊരു സിനിമ ഇറക്കിയിരുന്നു. സരോജ് കുമാർ, സൂപ്പർ സ്റ്റാർ സരോജ് കുമാറോ അങ്ങനെ കണ്ടായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ എന്തോ പൊക്കി പൊക്കി പറയണം. എന്നുവെച്ചാൽ ലാലേട്ടനെ പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ ഒരുപാട് പേരൊക്കെ പല ഇന്റർവ്യൂസിലായാലും ഇതിനൊക്കെ പ്രശ്നങ്ങൾ, ആ തിലകന്റെ ഒക്കെ വിഷയം വന്നപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, താങ്കളെ പുകഴ്ത്തി പറയുന്നതാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം, താങ്കളെ താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഭയങ്കര ദേഷ്യമാണെന്ന്. അതാണല്ലോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിതെല്ലാം കാണുമ്പം ആ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമ എത്രമാത്രം താങ്കളെ കൃത്യമായി വിലയിരുത്തി വെച്ചിരിക്കുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആര്യനെയും ജിസേലിനെയും ഒന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് വല്ല കാര്യം മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ ആര്യന് ഇപ്പൊ വോട്ട് കുറയുന്നുണ്ട്. എന്തായാലും വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ എലിമിനേഷൻ നടക്കുന്നതെന്ന് ഇവര് പറയുന്നത്. അഥവാ ആരെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒക്കെ പോക്കാണെങ്കിൽ ഇപ്പൊ 7 വർഷത്തോളമായി കുറച്ചൊക്കെ വെളിയിലൊക്കെ തീയും പുകയൊക്കെ ഉണ്ടാകുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞ ഷോയെ കുറിച്ചുള്ള നെഗറ്റിവിറ്റീസ് ഒക്കെ. അപ്പൊ ആരെങ്കിലും ശരിക്കുമുള്ള ഒരു വ്യക്തി കൊണ്ടുപോയി ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് എല്ലാം കാണിക്കേണ്ടി വരുമ്പോ ആര്യന് വോട്ട് കുറവുണ്ടായിട്ടും ആര്യൻ അവിടെ നിർത്തി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഷോയെ കൃത്യമായി ബാധിക്കുകയും ചെയ്യും. പല മുൻ കണ്ടസ്റ്റൻസും ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കപ്പ് നേടിയവർ വരെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. വോട്ട് ഉണ്ടായിട്ടും പുറത്താക്കുന്നതും വോട്ട് ഇല്ലാതെ തന്നെ അവിടെ പിടിച്ചു നിർത്തുന്നതും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു കേസ് പരമായിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ, ഇതിപ്പോ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോവുകയാണെന്ന് വെച്ചോ, പണിയാകുമേ. അങ്ങനെ പോകുന്നവരുണ്ടായിരിക്കാം. ഇപ്പൊ ആരെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേടിയൊന്നും ഇല്ല, പോയാൽ പോട്ടെന്ന് അങ്ങ് വിചാരിക്കും. അങ്ങനെ പോകുന്ന ഒരാളുണ്ടെന്ന് ഇരിക്കട്ടെ, അവരോട് കൊടുത്തു കഴിഞ്ഞാൽ പണിയാവും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ആര്യൻ ഇപ്പൊ വോട്ട് കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ആര്യന് വോട്ട് കുറയുന്നതിന്റെ കാര്യം എന്താ? അതുപോലെ ജിസേലിന് വോട്ട് കുറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള കോംബോ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അത് ഇഷ്ടപ്പെടൂല. അവർ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കാനൊന്നും നമുക്കാർക്കും പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവര് തമ്മി വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിപ്പോ നേരിട്ട് പോയി കാണാത്തോണ്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അത് പറയാൻ കാര്യം, ആര്യൻ ജിസേലിനെ ഉപയോഗിക്കുകയാണ്. ജിസേലിന്റെ പാവാട താങ്ങി നടന്ന് ജിസേലിനുമായിട്ടൊരു കോംബോ ഉണ്ടാക്കി, ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടാക്കി അവിടെ കളിക്കുന്നു. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഞങ്ങൾ റിയൽ ഫ്രണ്ട്ഷിപ്പാണ്, അവര് അങ്ങനെയാണ്, ഇവർ തമ്മിൽ വേറെ യാതൊരു ബന്ധവും ഇല്ല എന്ന് വെളിയിൽ അറിയിക്കാൻ വേണ്ടി. അയ്യോ നല്ല കുട്ടികളാ ഇവര്, നല്ല 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 പിഞ്ചു പാല് ചവച്ചു കുടിക്കാൻ അറിയാത്ത പിള്ളേരാ. എന്താന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല ആ പാൽ ഇങ്ങനെ ചവയ്ക്കാതെ തന്നെ കുടിക്കാമെന്ന് അറിയാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവര്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് മറ്റുള്ളവരെ അറിയിച്ചതാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ ഒന്നും വിഡ്ഢികളാക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറഞ്ഞത് വേദവാക്യം എന്ന് പറഞ്ഞ് എല്ലാവരും എടുക്കുമെന്ന് വിചാരിക്കുന്നതൊക്കെ ചുമ്മാതാ. കാലമൊക്കെ മാറി. അപ്പൊ അവരെ വെളുപ്പിക്കാൻ നോക്കി. അതിന് കാരണം വോട്ട് കുറയുന്നത് തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യം വേദലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. അക്ബറിന്റെ ഉമ്മ പറഞ്ഞ കാര്യം. അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്നല്ല, അവരോട് സംസാരിക്കുന്നതിൽ ഒരു ലിമിറ്റ് വേണം, അവരോട് കൂടുതൽ സംസാരിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത്. അത് നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ഭാഗം വെച്ച് അവിടെ കട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം അത് എപ്പിസോഡിൽ നിങ്ങൾ മുക്കിയത് നമ്മുടെ കുഴപ്പമല്ലല്ലോ. അവിടെ ലൈവിൽ നമ്മളെല്ലാരും കണ്ടതാണ്. അവിടെ ആദിലയും നൂറയും പോയിരുന്ന് സംസാരിക്കുകയും അക്ബറിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഉമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ ഞങ്ങളോട് സംസാരിക്കാത്തത്?
എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിരുന്നോ? ഞാൻ അത് പെട്ടെന്നുള്ള ഉമ്മയുടെ സംസാരത്തിൽ ഞാൻ അതങ്ങ് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്ന്. അപ്പൊ പറയുന്നുണ്ട് അക്ബർ ഒരു ദിവസം മൊത്തം ഇവരോട് മിണ്ടായിരുന്നായിരുന്നു, ആ ഫോൺ കോൾ വന്നതിന് ശേഷമുള്ള ദിവസം ഒരു ദിവസം. അപ്പം ആദില പറയുന്നുണ്ട്, അതുകൊണ്ടാണോ ഞങ്ങളോട് മിണ്ടായിരുന്നത്, ഞങ്ങൾക്കൊരു സംശയം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ അപ്പാനിയോട് അക്ബറും സംസാരിച്ചിട്ടുണ്ട്, അക്ബറിനോട് അപ്പാനിയും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും ആരും കേൾക്കാത്തതൊന്നുമല്ല, നിങ്ങൾ എപ്പിസോഡിൽ കാണിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ, ഞങ്ങൾ 24/7 കണ്ടതല്ലേ. പക്ഷെ അത് വേദലക്ഷ്മിക്ക് അവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല. ഈ വിരട്ടിന്റെ മുന്നിൽ വേദലക്ഷ്മി ഒന്ന് പതറി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് വേദലക്ഷ്മി അവിടെ പറഞ്ഞില്ല. പക്ഷെ ഈ വെളിയിൽ നിന്ന് ഈ ലൈവ് എല്ലാം കാണുമ്പോൾ നമ്മളൊക്കെ വെളിയിലില്ല, ഇപ്പൊ വേദലക്ഷ്മിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ നമ്മളൊക്കെ വെളിയിലുണ്ടല്ലോ. അത് അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ ഏത് രീതിയിലാണെന്നുള്ളത്. പിന്നെയും ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണോ? ഈ കണ്ടോണ്ടിരിക്കുന്ന നമ്മളെ മണ്ടന്മാരാക്കുകയാണോ? ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തം മണ്ടന്മാരെന്നാണോ വിചാരം? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഒരു മണ്ടന്മാരാക്കുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ നടക്കാത്ത കാര്യം ഒന്നും അല്ലേ പറയുന്നത്, ഇത് നടന്ന കാര്യമാണ്. അത് പക്ഷേ വേദലക്ഷ്മിക്ക് അവിടെ കൃത്യമായിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ആ ഒരു ടെൻഷനിലും ആ പറഞ്ഞ ഒരു വാക്കിന്റെ മേളിൽ എടുത്തിട്ട് അലക്കുമല്ലേ, ആ അലക്കില് പെട്ടുപോയി. അതുകൊണ്ട് വേദലക്ഷ്മിക്ക് അത് പറഞ്ഞ് അത് വേദലക്ഷ്മിയുടെ പറയാൻ വരുന്നുണ്ട്, അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു, അപ്പൊ നിങ്ങൾ കേട്ടോ എന്ന്. ഇതുപോലെയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളെ വരട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ കണ്ടോന്ന് എടുത്ത വായിക്കാൻ അനുമോള് പറഞ്ഞു ഞാൻ കണ്ടെന്ന്. അവിടെ കാറ്റുപോയി, അന്ന് അവിടെ മുതൽ എയറിലുമായി. അതിനുശേഷം എങ്ങനെയെങ്കിലും അനുമോളെ നെഗറ്റീവ് ആക്കണം, പുറത്താക്കണം. ഇതാണ് ഇവരുടെ തന്ത്രം. എന്തായാലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കൃത്യമായി മനസ്സിലാക്കുക, ഈ തന്ത്രങ്ങളിലൊന്നും നിങ്ങൾ വീഴാതിരിക്കുക. പിന്നെ ഷാനവാസിന്റെ അനീഷിന്റെയും ബന്ധം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഷാനവാസും അനീഷും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിടത്തോളം ഷാനവാസിനും അതുപോലെ തന്നെയാണ്, നല്ല ഇഷ്ടമാണ് അനീഷിനോട്. അതുപോലെ തന്നെ അനീഷിനും ഷാനവാസിനോട് ഇഷ്ടമാണ്. പക്ഷെ അനീഷിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടെ നടക്കുന്നവർ എന്നെ ചതിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം സെലിബ്രിറ്റീസും കാര്യങ്ങളും ഒക്കെ ബന്ധങ്ങളൊക്കെ ഉള്ളവരല്ലേ, ഇവരെ ചിലപ്പം ഞാനൊരു കോമണറാണ്, അപ്പം എന്നെ ചതിച്ചാലോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഉറപ്പായിട്ടും ഷാനവാസ് അനീഷിനെ ചതിക്കത്തില്ല, അത് നമുക്ക് 100% ഉറപ്പാണ്. ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അങ്ങനെയാണ്. പക്ഷെ അവിടെ വേറൊരു ഗോൾ അടിക്കുന്നുണ്ട് ലാലേട്ടൻ, എല്ലാവർക്കും മനസ്സ് തുറന്നു കൊടുക്കണം, ജനലുകൾ തുറന്നിടൂ എന്ന് പറയുന്നത് എന്താ വിചാരിച്ചത്? എല്ലാവരും അനീഷിനെ അങ്ങ് സ്നേഹിച്ച് കൊല്ലട്ടെ എന്ന്, ഒന്ന് സ്നേഹിച്ച് അങ്ങ് കൊല്ലുന്നു. അനീഷിന് സ്നേഹം കൊണ്ട് പൊതിയട്ടെ, നിങ്ങൾ സ്നേഹിക്കൂ അനീഷ, നിങ്ങൾ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ അങ്ങ് നല്ല രീതിയിൽ പറഞ്ഞു എന്നാണോ നിങ്ങളെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും അല്ല, അനീഷിനെ ട്രാപ്പിലാക്കുമായിരുന്നു. പക്ഷെ അനീഷ ട്രാപ്പിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ സ്നേഹിക്കാൻ വന്നു കഴിഞ്ഞാൽ അറിയാം, അനീഷ് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി സംസാരിക്കാൻ അനീഷിന് കണ്ടന്റ് ഇല്ലാതാവും. എന്നുവെച്ചാൽ അനീഷ് ഇപ്പൊ ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത്, പറയേണ്ടത് ആളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റും. ഫ്രണ്ട്ഷിപ്പ് കൂടി കഴിഞ്ഞാൽ അനീഷിനെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കേണ്ടി വരും, ചിലപ്പോൾ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കേണ്ടി വരും, അവരുടെ വലയിൽ വീണു പോകും ഒരു ഗ്രൂപ്പിസത്തിന്റെ അണ്ടറിൽ. പക്ഷെ അനീഷ് ഇപ്പൊ ഗ്രൂപ്പിസത്തിലില്ല, അതുകൊണ്ട് അനീഷ് നല്ല സപ്പോർട്ട് ഉണ്ട്. അതുപോലെ അനീഷിന് കപ്പടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ അനീഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് ലെവലാക്കി ഒന്ന് റെഡിയായി കൊടുത്താൽ അക്ബർ ആ പണിയൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കോളും. അപ്പൊ അക്ബർ നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ നുളഞ്ഞ് മുന്നോട്ട് പോകാം. ലാലേട്ടനും ബീബിക്കും ഇങ്ങനത്തെ ഉദ്ദേശം ഇല്ലാതില്ല അല്ലേ? അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അല്ലാതെ അനീഷിനെ സ്നേഹിച്ച് അങ്ങ് ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെളിയിലോട്ട് പോയി അങ്ങ് തുടർന്ന് കഴിഞ്ഞാൽ ഇവരങ്ങ് കൊടുക്കും. എത്രയോ സീസണുകൾ കഴിഞ്ഞ് നമുക്കറിയാം എത്ര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, എങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ വെളിയിലൊന്നും ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അധികം ഒന്നും നിൽക്കത്തില്ല, തുച്ഛമായ ഫ്രണ്ട്ഷിപ്പുകൾ മാത്രം മുന്നോട്ട് പോകും. അതുപോലെ അക്ബർ പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ, വേദലക്ഷ്മിയെ കുറിച്ച്. വേദലക്ഷ്മി അവിടെ ഉന്നയിച്ച കാര്യം, ആദിലയും നൂറയും പറ്റി അവിടെ ഉന്നയിച്ച അതേ വിഷയം പോലെ തന്നെയാണല്ലോ അവിടെ അക്ബർ പറഞ്ഞത് ഈ വേദലക്ഷ്മിയുടെ മക്കളെ കുഞ്ഞിനെ കുറിച്ച്. വേദലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ആ കുഞ്ഞിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞ് നന്നായിട്ട് വളരുമെന്ന് അക്ബറിന് എങ്ങനെ അറിയാം? വേദലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ആ കുഞ്ഞിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞ് നല്ല വളരുമെന്ന്. അതൊരു വലിയ അലിഗേഷൻ അല്ലേ? അത് ലാലേട്ടന്റെ മുന്നിൽ വെച്ചല്ലേ ചോദിക്കുന്നത്? അതും ഒരു നിയമലംഘനമല്ലേ? അതും സമൂഹത്തിന് മുന്നിൽ ചർച്ചയാകുന്ന കാര്യമല്ലേ? ഒരു അമ്മയുടെ അടുത്ത് നിന്ന് ഒരു മോളെ മാറ്റി നിർത്തിയാലേ ആ മോള് നന്നാവൂ എന്ന് പറയുന്നത് അത് എവിടുത്തെ ന്യായമാണ്? അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഒരാൾക്ക്? ഓക്കെ, വേദലക്ഷ്മി തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റൊക്കെ. പക്ഷെ അതിന്റെ പേരിൽ അവിടെ വന്നിട്ട് അക്ബർ ഈ പറയുന്നത് ലാലേട്ടനെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് കേട്ടോണ്ട് നിൽക്കാൻ എങ്ങനെ തോന്നി? അതാണ് പറയുന്നത്, പലർക്ക് പല നീതി. എന്തായാലും അതൊരു നല്ല അക്ബറിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പറയുന്നത് ഈ എപ്പിസോഡിൽ ആ വേദലക്ഷ്മിയെ എടുത്തിട്ട് അലക്കുന്ന ഹൈലൈറ്റ് വെച്ചുകൊണ്ട് അതിന് അടിപ്പണി നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ അനുമോൾക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആരും ശ്രദ്ധിച്ചു കാണത്തില്ല. അനുമോളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ,
നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ നിങ്ങൾ ഔട്ടായി പോകുമെന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞങ്ങളങ്ങ് ഔട്ടാക്കും എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്കറിയാം കൂടി വന്ന അനുമോളെ നിങ്ങൾ 75ാമത്തെ ദിവസം പുറത്താക്കും. ഇതിൽ കൂടുതലൊന്നും അവിടെ നടക്കാനില്ലല്ലോ. ഇതാണല്ലോ പലരോടും ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അതിനുവേണ്ടിയുള്ള പരിപാടികൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, കട്ടിങ് തന്നെ. ലൈവിൽ കാണുന്നത് എപ്പിസോഡിൽ വരുന്നില്ല. ലൈവിൽ അനുമോളുടെ നല്ല നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ ചോദിച്ച പോലെ കണ്ടന്റ്, നിങ്ങൾക്ക് കണ്ടന്റ് എന്താണെന്ന് അറിയാമോന്ന്? ഞങ്ങൾ കണ്ട കണ്ടന്റ് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളയവല്ലേ, എപ്പിസോഡിലോട്ട് വരുന്നില്ലല്ലോ. ഇവിടുന്ന് കട്ടിങ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ആ ഒരു ഒന്നാം ഭാഗം നിങ്ങൾ കൃത്യമായി പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ 75ാമത്തെ ദിവസം അല്ലെ 50 ദിവസം കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഒരു എവിക്ഷൻ പ്രതീക്ഷിക്കാം. അനുമോളുടെ ഒരു എവിക്ഷൻ, അതിനുള്ള പരിപാടിയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് നമുക്കറിയാം. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല കളിക്കുന്നവരെ നിങ്ങൾ പുറത്താക്കിയിട്ടേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജയിപ്പിക്കണം എന്നുള്ള ഒരാളുണ്ട് അതിനകത്ത്. അവരെ നിങ്ങൾ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് കളിക്കും. അപ്പൊ അനുമോൾക്ക് അവിടെ ഇപ്പോ ഒരു കപ്പ് എന്നുള്ളതെന്ന് പറഞ്ഞ് അനുമോൾ ഫാൻസ് ഒന്നും കൂടുതൽ നിൽക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കപ്പ് കൊടുക്കാനൊന്നും ഇവര് പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇവര് കണ്ടന്റും വെട്ടിക്കുറയ്ക്കും. അതുപോലെ തന്നെ ഇവർ ഒരു സമയമാകുമ്പോൾ ഇവർ പുറത്താക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യും. അതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളെ പുറത്താക്കും എന്നുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിനിടയിൽ കൂടെ നടന്ന കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ അതിനടിയിൽ കൂടെ നടന്ന അടിപ്പണിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. ആ വേദലക്ഷ്മി എടുത്ത് അലക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു നല്ല ഒരു എപ്പിസോഡായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി അനുമോളെ നെഗറ്റീവ് ആക്കാനുള്ള ശ്രമവും അനീഷിനെ നെഗറ്റീവ് ആക്കാനുള്ള ശ്രമവും അനീഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് കുരുക്കിൽ ചാടിച്ച് അനീഷിന്റെ കണ്ടന്റുകളൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള ശ്രമവും ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.